Hello friends, എല്ലാവർക്കും SP ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന നല്ല നാടൻ പെറോട്ടയും ബീഫ് കറിയാണ്. പെറോട്ട എങ്ങനെ നമുക്ക് ഒരു സിമ്പിൾ രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം ഒരു കിഡിലും ബീഫ് കറിയും. അപ്പം പെറോട്ടയും ബീഫ് കറിയും ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ ഇത് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം പ്രിപ്പറേഷനിലോട്ട് പോവാം. പൊറോട്ട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് 4 കപ്പ് മൈദയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ, അതായത് പരത്തിയതിന് ശേഷം നമ്മൾ ചുടുമ്പോഴത്തേക്ക് അതിനൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. കൂടുതൽ ചേർക്കരുത്, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മധുരിക്കും. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് ഒരു മുട്ട ചേർക്കണം. മുട്ട ഞാനിവിടെ ചേർക്കുന്നുണ്ട്, പക്ഷെ ചിലവർക്ക് പെറോട്ട നല്ല വെളുത്തിരിക്കണം, അപ്പോൾ അവർക്കായിട്ട് മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. അതിൻ്റെ ഒപ്പം നല്ല സോഫ്റ്റും ആവും. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം വേണം. ഇളം ചൂട് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. പതുക്കെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ചിലവർ ഇത് 1 കപ്പ് പാലൊഴിക്കും, എണ്ണ ഒഴിക്കും, സോഫ്റ്റ് ആവാൻ വേണ്ടി പലതും നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒഴിക്കാം. പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം ഇത് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് സർഫസിലോട്ട് കുറച്ച് എണ്ണ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഈ ഡോവിനെ ഒന്ന് ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്നൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇത്രയും നല്ല സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ വേറെ എക്സ്ട്രാ പൊടിയിട്ട് നമ്മൾ ഇതിനെ പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റിക്കിനെസ് മാറ്റാൻ നോക്കരുത്. ഇങ്ങനെ തന്നെ ഇത് ഇരിക്കണം. അപ്പം നമ്മൾ ഈ മാവ് നല്ലപോലെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി അടച്ചു വെക്കണം 1 മണിക്കൂറത്തേക്ക്. സാധാരണ ആൾക്കാർ 4-5 മണിക്കൂർ വെക്കാറുണ്ട്, പക്ഷെ ഇത് 1 മണിക്കൂർ വെച്ചാൽ മതി. അതിനുള്ളിൽ നമുക്ക് അതേ പെർഫെക്ഷനിൽ നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പെറോട്ട നമുക്ക് കിട്ടും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ അടുത്ത നമ്മൾ നല്ല നാടൻ ബീഫ് കറിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പെറോട്ടയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി. അപ്പം ബീഫ് കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് ആണ്. ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് വിത്ത് ബോണും അതിൻ്റെ ഫാറ്റും കൂടി ഉള്ളതാണ്. ഇങ്ങനെ പ്രത്യേകം മേടിക്കാൻ നോക്കണം, അപ്പോഴാണ് നമ്മുടെ കറിക്ക് കൂടുതലും ടേസ്റ്റ് ആവുന്നത്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് പെപ്പർ ഇടണം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം, ടർമറിക് പൗഡർ. പിന്നെ ഒരു നുള്ള് ഉലുവ ഇടണം. ഉലുവ ഇടുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ഇറച്ചിക്കറിയും ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉലുവ ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുവാന്, ഒരു ടേസ്റ്റ് എൻഹാൻസർ ആണ് ഉലുവ. അപ്പോൾ അത് ഒരു നുള്ളിടുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് പ്രഷർ കുക്കറിൽ ഒരു ഹാഫ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. ഒരു 10 മിനിറ്റത്തേക്ക് ഇത് അടച്ചു വെച്ചിട്ട് പ്രഷർ കുക്കറിൽ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. അപ്പം ബീഫ് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുക്കർ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ബീഫ് ഇടാം. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കണം. ഒന്ന് ഇളക്കട്ടെ. ബീഫ് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 3 വിസിൽ വരെ ഇത് പ്രഷർ കുക്കർ ആക്കിയതിൻ്റെ ശേഷം നമുക്കിത് തുറക്കാം. അപ്പം 3 വിസിൽ കഴിഞ്ഞു. ബീഫ് കുക്കറിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോവാം. ഞാൻ ഇവിടെ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഞാൻ ചട്ടിയിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പാനിലോ കുക്കറിലോ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ചട്ടിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി. അപ്പോൾ ആദ്യം ഇടേണ്ടത് തേങ്ങാക്കൊത്താണ്. ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. തേങ്ങാക്കൊത്തും ഒരു ഇച്ചിരി ബീഫും കൂടി ചേർത്ത് കഴിക്കുന്ന രംഗം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പം തന്നെ കൊതി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അടുത്ത ഒരു സവാള ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. മീഡിയം സൈസിലെ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 100 ഗ്രാം
ചെറുള്ളിയും കൂടി ഇടുന്നുണ്ട്. വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഹാഫ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഉള്ളിയെല്ലാം കരിഞ്ഞു പോവും. ഓക്കെ, നമ്മൾ കൊച്ചുള്ളി നമുക്ക് കൂടുതലും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മുമ്പേ പറയുന്ന പോലെ എപ്പോഴും നല്ലപോലെ ഉള്ളി വഴണ്ട് വന്നതിൻ്റെ ശേഷമേ ഉപ്പ് ചേർക്കാവൂ. അപ്പം ഇച്ചിരി ഉപ്പിട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഇച്ചിരി കറിവേപ്പിലയും ഇടണം. ഇനി ഒരു 1/2 ടൊമാറ്റോവും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കൂടുതൽ ചേർക്കണ്ട, 1/2 പീസ് മാത്രം ചേർത്താൽ മതി. എന്ന് വെച്ചാൽ ചിലപ്പം ടൊമാറ്റോ പുളിക്കാനും മധുരം വരാനും കറിക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറുതായിട്ട് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടൊമാറ്റോ ഇടുന്നത്. ടൊമാറ്റോ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, 2 ടേബിൾ സ്പൂൺ. തീ നല്ലപോലെ കുറച്ചിടണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇടേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി. ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച ബീഫിൻ്റെ ആ സ്റ്റോക്ക് അതൊന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർക്കണം. അതിൻ്റെ ഒപ്പം മീറ്റ് മസാലയും കൂടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ചൊന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ചേർക്കരുത്. എന്ന് വെച്ചാൽ തണുത്ത വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചി കഷ്ണങ്ങളെല്ലാം കല്ലിച്ച് പോവും. പിന്നെ ഒന്നേന്നേ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം ടേസ്റ്റും മാറിപ്പോവും. വെള്ളം ഒഴിച്ചു നമ്മൾ ചൂടുവെള്ളം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് ഉപ്പ് നോക്കാം, എല്ലാം കറക്റ്റാണോ എന്ന്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുള്ളവർക്ക് കൂട്ടിയിടാം, അല്ലാത്തവർക്ക് കുറച്ചിടണം, ഓർക്കണം അത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റത്തേക്ക് ഇത് അടച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടയ്ക്കാം. എന്നിട്ട് നല്ല തണുത്തതിൻ്റെ ശേഷം നമുക്കിത് എടുക്കാം. പൊറോട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോ സൈസസ് ആയിട്ട് എത്ര വലിയ പൊറോട്ട വേണം അതനുസരിച്ച്, അല്ലെങ്കിൽ എത്ര കുഞ്ഞ് പൊറോട്ട വേണം അതനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സൈസ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ മൈദയാണ്, പെട്ടെന്ന് അത് ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എണ്ണ ഒഴിക്കുന്നതിൽ ക്ഷാമം കാണിക്കരുത്. ഇനി നമുക്ക് ഇതൊന്നൊരു കോട്ടൺ തുണി വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു 10 മിനിറ്റത്തേക്ക്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പം ഇനി ഇത് പരത്തി കൊടുക്കണം. ഒന്ന് നമുക്ക് കൈ വെച്ച് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. കൈ വെച്ച് ഇങ്ങനെ നമുക്ക് മാക്സിമം ഇതൊന്ന് പരത്തി നല്ല തിന്നാക്കി എടുക്കണം. കൈ വെച്ച് പരത്താൻ പാടാണെങ്കിൽ റോളർ പിന്ന് വെച്ച് പരത്തിയാൽ മതി. നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എണ്ണ കയ്യിലൊന്ന് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പതുക്കെ ഒരു സൈഡിൽ കൂടെ നമുക്കിത് ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങനെ പിടിക്കണം. മാക്സിമം സ്ട്രെച്ച് ചെയ്യാവുന്ന അത്രയും സ്ട്രെച്ച് ചെയ്തെടുക്കണം. ഇടയ്ക്ക് പൊട്ടലൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. എടുത്തതിൻ്റെ ശേഷം ഇങ്ങനൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ഭയങ്കര ഇങ്ങനെ ഹാർഡായിട്ട് കയറി പിടിക്കരുത്, നമ്മുടെ ഈ ഫോൾഡിങ് എല്ലാം പോവും. പിന്നെ അതിൻ്റെ ശേഷം ഇങ്ങനെ ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കണം. ഇങ്ങനെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി പോയാൽ മതി. എന്നിട്ട് ഈ അറ്റ ഒന്ന് ഇങ്ങനെ അടിയിലോട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ റോളർ പിന്നിലും ഒന്ന് ചെയ്ത് കാണിച്ചു തരാം.
മാക്സിമം നമ്മൾ ഇതിനെ തിന്നാക്കി എടുക്കണം. ഇങ്ങനെ ഇടയ്ക്ക് എയർ ബബിൾസ് വരും, അത് കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ താന്നു പോകും. ഓക്കെ, ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു സൈഡ് കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കണം. അപ്പം മുമ്പേ നമ്മൾ പെറോട്ട നമ്മൾ വലിച്ച് സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ആ മെത്തേഡ് ഞാൻ കാണിച്ചത്. ഇത് വേറൊരു മെത്തേഡാണ്. നല്ലപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഓരോ സിമ്പിൾ മെത്തേഡ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. പെറോട്ട വീശി എടുക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വീശി എടുത്ത് അതങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതര ഒരു കഴിവ് തന്നെയാണ്. അത് എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിൾ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് മൊത്തം നമ്മളിങ്ങനെ വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് നമുക്ക് ഈ നടുക്കത്തെ സൈഡിലോട്ട് വരെ ഇതിങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. അതേപോലെ തന്നെ ഇവിടുന്നും. ഇനി ഇത് ഈ രണ്ട് സൈഡും ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. കൂടുതൽ വലിക്കരുത്, എന്ന് വെച്ചാൽ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ലൈനുകളെല്ലാം ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വീണ്ടും ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്കിനി പരത്തി കൊടുക്കാം. ആദ്യം കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഞെക്കി ഇതൊന്ന് ഇച്ചിരി വലുതാക്കണം. ഈ റോളർ പിന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് തന്നെ സ്ട്രെച്ച് ആക്കി എടുക്കണം. ഭയങ്കരമായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ചെയ്യരുത്, ആ കട്ടിങ്സ് ഒക്കെ പോവും. ഇത്രയും വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി പൊറോട്ട ചൂടാം. അതിന് ഞാൻ ഒരു പാത്രം, ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ പൊറോട്ട ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കണം. അടുത്ത സൈഡ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു, ഒന്ന് തിരിക്കാം. 2 സൈഡും ഒരു ചെറിയായിട്ട് ഗോൾഡൻ ബ്രൗൺ പോലെ ആവണം. അപ്പം ഈ ബ്രൗൺ ഒക്കെ നല്ല മൊരിഞ്ഞ് വരുന്നതായി കാണുന്നത്. 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതേപോലെ ബാക്കി എല്ലാം കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊറോട്ട ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ പൊറോട്ടേനെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ ആദ്യം എണ്ണ തൂത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് പൊറോട്ട അടിച്ചെടുക്കാം. എന്താ, നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് പൊറോട്ട അടിച്ച്. ഇതാ എല്ലാം ഈ കട്ടിങ്ങും ലെയറിങ്ങും നമുക്കിങ്ങനെ കാണാൻ പറ്റണം. എല്ലാം പൊറോട്ടയിലും കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബീഫ് കൂടെ നമുക്ക് ഈ ഇലയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. തേങ്ങാക്കൊത്തും ബീഫും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കണം, ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അന്നേരം നമുക്ക് ഈ ബീഫ് കറിയും നല്ല ചൂട് പൊറോട്ടയും കഴിച്ചു നോക്കാം. നല്ല മൊരിമൊരിയായിട്ടിരിപ്പുണ്ട്. ഇതാണ് ടെക്സ്ചർ. നല്ല ഇങ്ങനെ വിട്ട് വിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഇതിനെ അങ്ങോട്ട് എടുക്കാം. സെൻറ്റർ ഏരിയ നോക്കിയിട്ട് എടുത്ത് നമുക്കിവിടെ വെക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഇച്ചിരി ബീഫിൻ്റെ ഒരു പീസും എടുക്കുക. ഇത് നമ്മളെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫ് കറി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ബീഫെല്ലാം. നല്ല ഉപ്പും കറക്റ്റ്, എരിവ് ഇച്ചിരി നല്ല എരിവുണ്ട്. നല്ല മുരുമുരയായിട്ടിരിക്കുന്ന പൊറോട്ടയും ഈ ബീഫുമാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ്. നല്ല ചൂട് പൊറോട്ടയും ബീഫും അതിൻ്റെ കൂടെ കുടിക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്. എന്തോന്നറിയാമല്ലോ, അതാണ് ചൂട് കട്ടൻ ചായ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.